2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ ഹൈദരാബാദിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മൂസി നദി കരകവിഞ്ഞൊഴുകിയതാണ് കാരണം. ആളുകളെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് നമുക്കൊപ്പം ചേരുകയാണ്. റഹീസ്, ഇപ്പോഴ് വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോഴും മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെയും വെള്ളത്തിനടിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയോടുകൂടി ഈ പ്രദേശങ്ങളിലൊക്കെയും മഴ കടുത്തു. ഈ ഹൈദരാബാദിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മഴ കടുത്തു. ഒപ്പം തന്നെ ഈ മൂസി നദി കരകവിഞ്ഞൊഴുകിയതും ഇത്തരത്തിലൊരു പ്രളയസമാന സാഹചര്യത്തിന് കാരണമായി. ഇന്നലെ രാത്രിയോടുകൂടി താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറി. സാധാരണ അവിടുത്തെ ജനങ്ങളുടെ ചില ബൈറ്റുകളൊക്കെ കാണുമ്പോൾ പറയുന്നത് പ്രത്യേകമായി നിർദ്ദേശം നൽകാറുണ്ടായിരുന്നു. ഇത്തരത്തിൽ നദി കരകവിഞ്ഞൊഴുകിയാൽ അവിടെ നിന്ന് ഉള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് നേരത്തെ ഒരു തീരുമാനം സർക്കാർ എടുക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി 9 മണിയായിട്ടും അത്തരത്തിലൊരു തീരുമാനവും ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് വലിയ തോതിൽ വീടുകളിലേക്ക് വെള്ളം കയറി. പിന്നീട് രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെയാണ് ഇവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ ഈ ഭരണകൂടം ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചാദർഘാട്ടിലും മൂസംബാഗിലും ഒക്കെയാണ് ഈ പ്രളയസമാന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവിടങ്ങളിലുള്ള ആളുകളെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നിരവധി ക്യാമ്പുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഏറ്റവും പ്രധാനം അവിടെയുള്ള ഈ ഗതാഗത സൗകര്യങ്ങളൊക്കെയും നിലച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ മുഴുവൻ സർവീസുകളും മഹാത്മാഗാന്ധി ബസ് സ്റ്റേഷൻ, ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനിൽ നിന്നുള്ള മുഴുവൻ സർവീസുകളും മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് രാവിലെ കണ്ണൂരിലേക്ക് പുറപ്പെടാനുണ്ടായിരുന്ന ഒരു വിമാനവും വളരെ വൈകിയാണ് വന്നത്. പ്രത്യേകിച്ച് ഈ വിമാനത്തിനുള്ളിലേക്ക് വെള്ളം കയറിയത് കൊണ്ടാണ് ഈ വിമാനം വൈകിയത് എന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെ നാനാ ഭാഗങ്ങളിലേക്ക് പോകേണ്ട ആളുകളെ കൂടി ഇത്തരത്തിൽ ഈ മഴ സാരമായി ബാധിച്ചിരിക്കുന്നു. ഈ IMD പറയുന്നതനുസരിച്ചാണെങ്കിൽ 2 ദിവസം കൂടി മഴ തുടരുമെന്നാണ്. അടുത്ത ദിവസം ഈ പ്രദേശത്ത് കുറച്ച് മഴ കുറവുണ്ടാവുമെന്നും പറയുന്നു. SKN. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് റഹീസാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.